തുടർഭാഗത്തിനായി കാത്തിരിക്കുന്ന മലയാള സിനിമകൾ. ദൃശ്യം 3. ചലച്ചിത്ര ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു മലയാള ചിത്രമായിരുന്നു ദൃശ്യം. മോഹൻലാൽ, ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ഈ ചിത്രം 2013 പ്രദർശനത്തിനെത്തിയത്. വൻ വിജയമായി തീർന്ന ഈ ചിത്രം തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലേക്ക് റിമേക്ക് ചെയ്തിരുന്നു. ഈ ചിത്രത്തിന്റെ ഒരു തുടർക്കഥ ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ 2021 OTT റിലീസായി ദൃശ്യം 2 എത്തി. പിന്നീട് പ്രേക്ഷകർ തന്നെ ദൃശ്യം 3 ഭാഗത്തെക്കുറിച്ച് പ്രചരിപ്പിച്ച് നടന്നിരുന്നുവെങ്കിലും സിനിമാ രംഗത്ത് നിന്ന് ഇതേക്കുറിച്ചുള്ള പ്രഖ്യാപനം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നീട് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ ഒരു പുരസ്കാര ചടങ്ങിനിടെ ദൃശ്യത്തിന്റെ 3 ഭാഗം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചു. ആദ്യ 2 ഭാഗങ്ങളെ കടത്തിവെട്ടിക്കൊണ്ടാകട്ടെ 3 ഭാഗത്തിന്റെ വരവെന്ന് ആശംസിക്കാം. മിന്നൽ മുരളി 2. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരിൽ നിന്ന് മികച്ച പ്രതികരണം നേടിയെടുത്തൊരു സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു മിന്നൽ മുരളി. മലയാള സിനിമയിലെ ആദ്യ സൂപ്പർ ഹീറോ ചിത്രം കൂടിയായിരുന്നു ഇത്. ബേസിൽ ജോസഫിന്റെ സംവിധാന മികവിൽ ഒരുങ്ങിയ ഈ ചിത്രത്തിൽ ടൊവിനോ തോമസ്, ഗുരു സോമസുന്ദരം എന്നിവരാണ് പ്രധാന വേഷങ്ങളിലെത്തിയത്. ഈ ചിത്രത്തിന്റെ 2ാം ഭാഗത്തെക്കുറിച്ച് സംവിധായകൻ ബേസിൽ പലപ്പോഴായും സൂചിപ്പിച്ചിട്ടുണ്ട്. 2ാം ഭാഗം ഉണ്ടാകുമെന്ന സൂചന നൽകിക്കൊണ്ടാണ് ആദ്യ ഭാഗം അവസാനിപ്പിച്ചതും. ചിത്രം ഉണ്ടാകും, തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമെന്നല്ലാതെ മറ്റു വിവരങ്ങളൊന്നും ഇതേക്കുറിച്ച് ബേസിൽ വെളിപ്പെടുത്തിയിട്ടില്ല. ബിലാൽ. മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി അമൽ നീരദ് സംവിധാനം ചെയ്ത നിയോ നോയർ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ബിഗ് ബി. 2007 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന് ഒരു പ്രത്യേക ആരാധക വൃന്ദം തന്നെ ഉണ്ടായിരുന്നു. ചിത്രത്തിൽ ബിലാൽ ജോൺ കുരിശിങ്കൽ എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചത്. ബിഗ് ബിയുടെ 2ാം ഭാഗത്തിൽ നൽകിയ താൽക്കാലിക പേരാണ് ബിലാൽ. ഏറെ വർഷങ്ങളായി ആരാധകർ ഈ ചിത്രത്തിനായി കാത്തിരിക്കുന്നു. കുറുപ്പ്. കുപ്രസിദ്ധ പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഒരുക്കിയ ചിത്രമാണ് കുറുപ്പ്. ശ്രീനാഥ് രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നടൻ ദുൽഖർ സൽമാനാണ്. ഒരു തുടർക്കഥയ്ക്കുള്ള സൂചന നൽകിക്കൊണ്ടാണ് ഈ ചിത്രം അവസാനിപ്പിച്ചത്. ഇപ്പോഴിത് സംവിധായകൻ ശ്രീനാഥ് ചിത്രത്തിന്റെ 2ാം ഭാഗം ഉണ്ടാകുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. സിനിഫൈൽ എന്ന ഫേസ്ബുക്കിലെ സിനിമാ കൂട്ടായ്മയിൽ സംവേദിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. 2ാം ഭാഗത്തിന്റെ പേര് അലക്സാണ്ടർ എന്നായിരിക്കുമെന്നെല്ലാം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ആക്ഷൻ ഹീറോ ബിജു 2. എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്ത് നിവിൻ പോളി പ്രധാന വേഷത്തിലെത്തിയ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമാണ് 2016 പുറത്തിറങ്ങിയ ആക്ഷൻ ഹീറോ ബിജു. മലയാളത്തിലെ പതിവ് പോലീസ് ചിത്രങ്ങളിൽ നിന്നും മാറി ചിന്തിച്ച ഒരു റിയലിസ്റ്റിക് പോലീസ് ചിത്രമായിരുന്നു ആക്ഷൻ ഹീറോ ബിജു. വൻ സ്വീകാര്യതയാണ് ഈ ചിത്രത്തിന് ലഭിച്ചത്. എബ്രിഡ് ഷൈൻ, നിവിൻ പോളി കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ മഹാവീര്യർ എന്ന ചിത്രത്തിന്റെ റിലീസ് സമയത്തായിരുന്നു ആക്ഷൻ ഹീറോ ബിജുവിന് ഒരു 2ാം ഭാഗം ഒരുങ്ങുന്നു എന്ന വാർത്ത പ്രചരിപ്പിച്ചു തുടങ്ങിയത്. പിന്നീട് നടന്ന പല അഭിമുഖങ്ങളിലും എബ്രിഡ് ഷൈനും നിവിൻ പോളിയും ഇക്കാര്യം സമ്മതിക്കുകയും ചെയ്തു. ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറായി കഴിഞ്ഞുവെന്നാണ് എബ്രിഡ് ഷൈൻ പറഞ്ഞത്. എത്ര വൈകിയാലും ഭാഗം 2 ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്.